സയൻസ് റിസർച്ച് മേഖലയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളായ 7 ഐസറുകളിൽ, അതുപോലെ ISC ബാംഗ്ലൂരിന്റെ ക്യാമ്പസിൽ, IIT മദ്രാസിന്റെ ക്യാമ്പസിലെ വിവിധ കോഴ്സുകളിൽ ഒക്കെ അഡ്മിഷൻ നേടാനുള്ള ഏറ്റവും മികച്ച എൻട്രൻസ് എക്സാമിനേഷനായ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IAT എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 13 ആണ്. നമുക്ക് ഈ ക്യാമ്പസിന്റെ പ്രത്യേകത ഡ്യുവൽ ഡിഗ്രി കോഴ്സുകളാണ്, ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. ബാച്ചലർ ഓഫ് സയൻസും മാസ്റ്റർ ഇൻ സയൻസും 5 വർഷം കൊണ്ട് ഇന്റഗ്രേറ്റഡ് കോഴ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യാനും ഇതിനോടൊപ്പം 4 ഇയർ ബാച്ചലർ സയൻസ് ഡിഗ്രി കോഴ്സുകൾക്കും അഡ്മിഷൻ നേടാനുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് ഈ IAT എക്സാമിനേഷൻ. വീണ്ടും ഓർക്കുക, ഈ IAT എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 13 ആണ്. കറക്ഷൻ വിൻഡോ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള സമയം ഏപ്രിൽ 16 to 18 ആണ്. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് മെയ് 24 ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുക ജൂൺ 17 ആണ്. 9 മണി മുതൽ 12 മണി വരെയുള്ള 3 മണിക്കൂർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് IAT ആപ്റ്റിറ്റ്യൂഡ് എക്സാമിനേഷൻ. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി വിഷയങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. എൻട്രൻസ് എക്സാമിനേഷനിൽ ഈ 4 സബ്ജക്റ്റിന്റെയും 15 ക്വസ്റ്റ്യൻസ് വീതമുള്ള 60 ക്വസ്റ്റ്യൻസിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കും. 180 മിനിറ്റ്സ് ആണ് ആൻസർ എഴുതാനായിട്ട് ടൈം തരിക. 240 മാർക്കിലാണ് എക്സാമിനേഷൻ നടക്കുക. ഒരു റൈറ്റ് ആൻസറിന് 4 മാർക്കും തെറ്റായ ഒരു ഉത്തരത്തിന് -1 മാർക്കും ഉണ്ടാവും. ഇനി നമ്മൾ 3 സബ്ജക്റ്റ് മാത്രമാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ആ 3 സബ്ജക്റ്റ് മാത്രം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള അവസരവും ഉണ്ടാവും. അപ്പൊ +2 കഴിയുകയും സയൻസ് എടുത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ ഒരു ഹയർ സ്റ്റഡീസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള IAT എക്സാമിനേഷൻ. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.